ജെൻറ്റ് വിജിലൻ്റ് പാനലാണ്. എങ്ങനെ ഡിസേബിൾ ചെയ്യുക എനേബിൾ ചെയ്യാൻ നോക്കാം. മെനു, കൺട്രോൾ, ഡിസേബിൾ, സൗണ്ടർ. ഒരു ലൂപ്പിൽ 207 ഡിവൈസാണ് ചെയ്യാൻ പറ്റുക. ഒരു ലൂപ്പിൽ 207 ഡിവൈസിന് മേലോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 1:207 ടോട്ടൽ ഒരു ലൂപ്പിൽ എത്ര സൗണ്ടറാണോ മൊത്തം സൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് കേട്ടോ. 207 ലൂപ്പ്. ഒരു ഈ പാനൽ ടോട്ടൽ 8 ലൂപ്പാണ് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് 1:8. ഇതിലെത്ര ലൂപ്പ് ഉണ്ട് നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് വണ്ണുള്ള സൗണ്ടർ മാത്രം ഡിസേബിൾ ചെയ്താൽ മതിയെങ്കിൽ ലൂപ്പ് 1 മാത്രം കൊടുത്താൽ മതി. 2 മാത്രമാണെങ്കിൽ 2 മാത്രം കൊടുത്താൽ മതി. ഈ പാനലിലെ ഫുൾ ലൂപ്പും നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ലൂപ്പിലുള്ള എല്ലാ സൗണ്ടറും ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റർ. അപ്പോൾ അത് ഡിസേബിൾ ആയി. അടുത്തത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ എക്സെട്ര ഷട്ടർ ഔട്ട്പുട്ട് മൊഡ്യൂൾസ് ഉണ്ടാവും. അത് നമുക്ക് കൊടുക്കേണ്ടത് 1 ഇൻറ്റു ടോട്ടൽ 32 ആണ് ഉണ്ടാവുക. ഇതിൽ കൂടുതലുണ്ടാവില്ല. 32 ലൂപ്പ് 1:8. ഇതിൽ ടോട്ടൽ ശരിക്കും ഈ പാനൽ 2 ലൂപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ള എത്ര ലൂപ്പുണ്ടോ അത് മൊത്തം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. 8. എൻ്റർ. അടുത്ത നമുക്ക് മാസ്റ്റർ എല്ലാം ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ എക്സെട്ര മാസ്റ്റർ എല്ലാം ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. കൺട്രോൾ, ഡിസേബിൾ എക്സെട്ര ഓക്സിലെ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യണം. 1 2 ടോട്ടൽ 2 ഉണ്ടാവും. അത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇപ്പോൾ ഒരു ഡിവൈസ് മാത്രം ഡിസേബിൾ ചെയ്യാൻ എന്ത് ചെയ്യാറ്? കൺട്രോൾ, ഡിസേബിൾ, സെൻസിങ്. ഇപ്പോൾ ഒരു സ്മോക്ക് ഡിറ്റക്ടർ നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഏതാ നമ്പർ വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ 1 നമ്പർ നമുക്ക് അഡ്രസ് നമ്പർ 1 ചെയ്യണമെങ്കിൽ 1 കൊടുക്കുക. ലൂപ്പ് 1 ആണോ 2 ആണോ എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക. എൻ്റർ. ഇപ്പോൾ ആ സ്മോക്ക് ഡിറ്റക്ടർ ഡിസേബിൾ ആയി. ഓക്കെ, മനസ്സിലാവും. എല്ലാം എനേബിൾ ചെയ്യുന്നത് സെയിം. കൺട്രോൾ, എനേബിൾ, സൗണ്ടർ, ലൂപ്പ് കൊടുക്കുക. പിന്നെ വാക്കുകൾ കൊടുക്കുക. എൻ്റർ.